കാർത്തികയുടെ അച്ഛനും അമ്മയല്ലേ? അതെ. അവളെ അറിയോ? അറിയോന്നോ? നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളെ തേടി ഈ ഓട്ടം മുഴുവൻ ഓടേണ്ടി വന്നത്. ഞങ്ങൾക്കങ്ങോട്ട് മനസ്സിലായില്ല. ആദ്യമൊന്നും ഞങ്ങൾക്കും അവളെ മനസ്സിലായില്ല. അച്ഛനും അമ്മയും മരിച്ചതാ, ഏതോ ആശ്രമത്തിലാ വളർന്നത് എന്നൊക്കെ അവള് ഞങ്ങളോട് പറഞ്ഞത്. പിന്നീടാ മനസ്സിലായത് അവള് പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. ഞങ്ങളുടെ മോളപ്പോ അവളവിടെ സുഖമായിട്ടുണ്ട്. പക്ഷെ അവളെ കൊണ്ട് മറ്റുള്ളവർക്ക് സുഖക്കേട്. ഞാൻ ശാലിനി, ജില്ലാ കളക്ടറാണ്. നിങ്ങളുടെ മകളിപ്പോ താമസിക്കുന്നത് എന്റെ ഭർത്താവിന്റെ കൂടെയാ. വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ കഴിക്കും. ഞാനും എന്റെ ഹസ്ബൻഡ് അമ്മയും തമ്മിലുള്ള ചെറിയ ഇഷ്ടക്കേട് മുതലെടുത്തുകൊണ്ട് അവൾ അവിടെ കയറിക്കൂടിയിരിക്കുക. അവിടെ വന്ന് സത്യങ്ങൾ പറഞ്ഞ് അവളെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ചോണ്ട് പോരണോന്ന് പറയാനാ ഞങ്ങളിപ്പോ വന്നത്. എനിക്കെല്ലാം ഇപ്പൊ മനസ്സിലായി. പപ്പിമോള് തന്നെയാ ഇങ്ങനെ ഒരു വോയിസ് അയച്ചു തന്നത്. എന്റെ പേര് പപ്പിമോളെന്നാ. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഈ മെസ്സേജ് ഇടുന്നേ. സത്യയുടെ അമ്മയുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം. വരില്ലേ? വരണേ. കണ്ടില്ലേ അനു, പപ്പിമോള് നമുക്ക് മുന്നേ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. കാർത്തിക വാശിക്കാരിയാ. അവൾ ആഗ്രഹിച്ച കാര്യം നടത്താൻ വേണ്ടി ഞങ്ങളെ രണ്ടുപേരും വഞ്ചിച്ചോണ്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സങ്കടം അവള് കാണുന്നില്ല. പിന്നെയാണോ ഒരു ബന്ധമില്ലാത്ത നിങ്ങളുടെ സങ്കടത്തിന് അവൾ വില കൽപ്പിക്കുന്നത്? ഒരുപാട് സ്നേഹിച്ചാ ഞങ്ങൾ അവളെ വളർത്തിയത്. ഞങ്ങളുടെ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുത്തു. പക്ഷെ അവൾ ആ സ്നേഹം കൊടുത്തത് മറ്റാർക്കോ ആണ്. അവനെ തേടിയാ അവൾ ഞങ്ങളെ വിട്ടുപോയത്. പക്ഷേ ആ പോക്ക് നിങ്ങളുടെ കുടുംബം തകർക്കാനാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ കാർത്തിക അവിടെ നിൽക്കുന്നത്. മാഡത്തിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അമ്മായിയമ്മയ്ക്ക് മാഡത്തെ അടിക്കാനുള്ള നല്ലൊരു മടി തന്നെയാ ഇപ്പൊ അവിടെ കാർത്തിക. ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ജീവിച്ചിരിക്കുമ്പോൾ ഇരിക്കപ്പെടം വെച്ചവൾക്ക് ആരെയാ പേടി? മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാവുന്നോ എന്താവുന്നോ അവൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നിലനിൽപ്പ്, അതാണ് ലക്ഷ്യം. ചെറുപ്പം മുതലേ അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഇല്ലെങ്കിൽ നല്ലൊരു മംഗളകർമ്മം നടക്കുന്നതിനിടയിൽ ഞങ്ങളെ കഷ്ടത്തിലാക്കിയിട്ട് അവളങ്ങനെ പോവില്ലായിരുന്നല്ലോ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിയിട്ടില്ല ഞങ്ങൾ രണ്ടാളും. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. കാർത്തിക അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്കും വിഷ്ണുവേട്ടനും നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ജീവിതം. മാഡം, ഞങ്ങളിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? എന്തിനും ഞങ്ങൾ തയ്യാറാണ്. എങ്കിൽ നിങ്ങൾ രണ്ടാളും ഞങ്ങളോടൊപ്പം വരണം. കാർത്തിക അവിടെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം സത്യമേ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവിടെ ഇപ്പോ മാഡത്തിന്റെ ഹസ്ബൻഡിനെ കൊണ്ട് കാർത്തികയുടെ കല്യാണം നടത്താൻ പോവാ. അത് തടയണം. കാർത്തിക അവിടെ പറഞ്ഞതെല്ലാം കള്ളങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചു കിട്ടുന്നത് എനിക്കെന്റെ ജീവിതം. അല്ലെങ്കിൽ തന്നെ കള്ളങ്ങൾ പറഞ്ഞ് കാർത്തികയ്ക്ക് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഞങ്ങൾ തയ്യാറാണ് മാഡം. എങ്ങോട്ട് വേണമെങ്കിലും വരാം. എല്ലാ സത്യങ്ങളും ആരോട് വേണമെങ്കിലും പറയാം. കാർത്തികയെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. കാരണം ഞങ്ങൾ മൂലം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. സംഭവിച്ചോർത്ത് സങ്കടമുണ്ട്, തീർത്താ തീരത്തെ വേദനയുണ്ട്. എല്ലാത്തിനും പ്രായച്ചിത്തമായി ഈ വരവൊരു പരിഹാരമാവുമെങ്കിൽ അതങ്ങനെയാവട്ടെ. ശൈലജേ, നമുക്ക് ഇവരോടൊപ്പം പോവാം. ഇനി ആർക്കും കാർത്തിക മൂലം അവിടെ സങ്കടമുണ്ടാവരുത്.
അവളുണ്ടാക്കുന്ന സങ്കടങ്ങൾ നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി. നമ്മൾ മാത്രം. എന്റെ കൃഷ്ണ, എന്താ എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? ഞാൻ എന്ത് സങ്കടത്തോടെയാ പറയുന്നേന്നറിയോ? കൊച്ചുകുട്ടികളുടെ സങ്കടങ്ങൾ ഒരുപാട് കേൾക്കുന്ന ആളല്ലേ കണ്ണൻ. പിന്നെന്താ എന്നെ മാത്രം മാറ്റി നിർത്തുന്നത്? ഇനി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോണ്ടാണോ? അമ്മയോടൊപ്പം എത്ര വട്ടം ഞാൻ ക്ഷേത്രത്തിലൊക്കെ വന്നിരിക്കുന്നു. ഇനി എന്നെ മറന്നുപോയിട്ടാണോ? കല്യാണം നടത്താനും നടത്താതിരിക്കാനൊക്കെ ഒത്തിരി കഴിവുള്ള ആളല്ലേ? അങ്ങനെയാ ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ടെന്താ ഈ കല്യാണം മുടക്കാൻ മാത്രം ഉത്സാഹം കാണിക്കാത്തത്? എത്രയോ ആൾക്കാർക്ക് എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാ കണ്ണൻ. ഇങ്ങനെ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടോളൂ. വിഷ്ണുച്ചൻ പാവല്ലേ, ചേച്ചിയമ്മയും പാവോ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടല്ലേ നമ്മൾ കല്യാണം കഴിപ്പിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ പറയാതെ മനസ്സിലാക്കുന്ന ആളല്ലേ കണ്ണൻ. പിന്നെ എന്തിനാ ഇതിങ്ങനെ നടത്താൻ പോകുന്നത്? എനിക്കറിയാം, സത്യാമ്മയും കാർത്തികാന്റിയും ഒക്കെ വന്ന് പറയുന്നുണ്ടല്ലേ. അതുകൊണ്ടാ ഞാൻ തന്നെ ഈ കാര്യം പറയുന്നത്. അതെ, ഞാനൊരു സത്യം പറയട്ടെ. കാർത്തികാന്റി നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല, ബാഡ് ഗേളാ. എന്നെ എന്തുമാത്രം ഉപദ്രവിക്കുമെന്നറിയാവോ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാ. കല്യാണം മുടങ്ങിയ കാർത്തികാന്റി ഇവിടെന്ന് പോവും. എന്റെ ചേച്ചിയമ്മ ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഈ വീട്ടിലേക്ക് വിഷ്ണുവച്ചന്റെ ഭാര്യയായി കാർത്തികാന്റി വരുന്നത് പപ്പിമോൾക്ക് ഇഷ്ടമല്ല. കണ്ണനിപ്പോ വിചാരിക്കും കണ്ണനെ മണിയടിക്കാൻ വേണ്ടിട്ടാ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേന്ന്. അല്ല, വിഷ്ണുവച്ചനോടുള്ള ഇഷ്ടം കൊണ്ടാ. എനിക്കിപ്പൊ കണ്ണനൊരു വാക്ക് തരണം, ഈ കല്യാണം നടത്തിക്കില്ലെന്ന്. കാർത്തികാന്റി ഈ വീട്ടിൽ നിന്ന് ഓടിക്കൂന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലേ? അപ്പൊ കണ്ണൻ എന്നോട് ഇഷ്ടമല്ലല്ലേ? അതുകൊണ്ടല്ലേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാൻ വഴക്കാ. ഇനി ഞാൻ ഓരോ ആവശ്യം പറഞ്ഞ് കണ്ണന്റെ മുന്നിൽ വരില്ല. സങ്കടപ്പെട്ട പപ്പിമോള് പോകുന്നത്. ഇത്രയൊക്കെ പപ്പിമോള് പറഞ്ഞിട്ടും കേക്കില്ല എന്ന് വെച്ചാ ഞാൻ ഇനി മിണ്ടില്ല. ഈ പൂ എനിക്ക് തന്നതാ. അപ്പോ എന്റെ പ്രാർത്ഥന കേട്ടല്ലേ? എനിക്കിപ്പോ ഉറപ്പായി ഈ കല്യാണം ആര് വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ലെന്ന്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണക്കാക്കണ്ട കേട്ടോ. ഞാൻ മിണ്ടുകയും ചെയ്യാം, വന്ന് പൂജിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി തീരുമാനം എടുക്കേണ്ട നീയാ. നിന്റെ ജീവിതമാ. ഇനി തീരുമാനിക്കാനുള്ള അവകാശവും നിനക്ക് തന്നെ വിഷ്ണു. എന്നുവെച്ച് അമ്മയെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അമ്മയാണെങ്കിലും ഈ ഞാനാണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം നീ കാണിക്കണമെന്നാ പറയുന്നത്. ഇപ്പൊ നീ ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് നഷ്ടപ്പെട്ട നിമിഷങ്ങളോർത്ത് ദുഃഖിക്കേണ്ടി വരും. വിഷ്ണുവേട്ടാ,
വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എന്റെ കുഞ്ഞേച്ചിയാ. കുഞ്ഞേച്ചി ഇല്ലാതെ വിഷ്ണുവേട്ടന്റെ ജീവിതം പൂർണ്ണമാവുകയില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതറിയിക്കേണ്ട സമയത്ത് അതറിയിക്കേണ്ടവരെ അറിയിക്കണം. അതിന് വിഷ്ണുവേട്ടൻ തയ്യാറായേ പറ്റൂ. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. കണ്ണം വിഷ്ണുവച്ചന്റെയും ചേച്ചിയമ്മയുടെയും ഭാഗത്താ. ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ടോടാ, പപ്പിമോൾ വരെ ഈ കല്യാണം മുടങ്ങിക്കാണാൻ പ്രാർത്ഥിക്കുക. കൃഷ്ണഭഗവാൻ ഈ കുഞ്ഞിന്റെ പ്രാർത്ഥന കേൾക്കുവോ അതോ നിന്റെ അമ്മ ഭാമയുടെ വാശി കാണുമോ? കൃഷ്ണ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിരിക്കയാ. പപ്പിമോൾ പറഞ്ഞ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഒരു സംശയം വേണ്ട, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. എന്താ വിശ്വംബരെ പറയുന്നത്? നമ്മൾ പറഞ്ഞ രീതിയിൽ നിന്നും പന്തലിന്റെ പ്ലാൻ മാറ്റണമെങ്കിൽ എന്നോടൊന്ന് പറയണ്ടേ? വിഷ്ണു, പാചകക്കാരനുമായിട്ട് സംസാരിച്ചിട്ടാ പന്തലിന്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. പറഞ്ഞ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. പിന്നെ കതിർമണ്ഡപത്തിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. എന്നെ കാണിച്ചു തന്നെ മതി കേട്ടോ. എടാ രോഹിത്തെ, എടാ സത്യമേ, കല്യാണത്തിനുള്ള മാല, ബൊക്ക, പൂക്കൾ ഇതെല്ലാം നീയാ പറഞ്ഞിരിക്കുന്നത് രോഹിത്തെ. അതിന്റെ ആൾക്കാരെ വിളിച്ച് സമയവും ദിവസവും കൃത്യമായി അവരെ അറിയിക്കണം. എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? അതെ, ഞാൻ പറഞ്ഞോളാം സത്യമേ. ദേ, ആ സമയത്ത് കിടന്ന് ഓടാൻ വയ്യ, അതുകൊണ്ടാ പിന്നെയും പിന്നെ എടുത്തു പറയുന്നത്. ഡാ വിഷ്ണു, നീ എങ്ങോട്ടേ പോകുന്നത്? അവിടെ നിൽക്കേ. എന്ത്? കല്യാണ ഡ്രസ്സിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോ നീ ഒന്നും മറുപടി പറഞ്ഞില്ല. നീ ഇന്ന് പോകുന്നുണ്ടോ? അല്ല, ഇന്നിപ്പോ പോകുന്നുണ്ടോ ഇല്ലയോ? നീ തനിയെ പൊയ്ക്കോളാന്ന് പറയുന്നെങ്കിൽ അത് വേണ്ട. ഞാനും കൂടി വരുന്നുണ്ട്. കാർത്തികി, നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. ആ, എവിടെ കാർത്തിക? എവിടെ? ഞാനിവിടെ ഉണ്ട് സത്യമേ. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കും മോളെ. വാ മോളെ, നീ റെഡി ആയിക്കോ. ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ രണ്ടുപേർക്കും മേടിക്കാം. പിന്നെ വരുന്ന വഴിക്ക് ആ ജ്വല്ലറിയിലും ഒന്ന് കയറണം. ഡിസൈൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. അങ്ങനെ കാർത്തിക കതിർമണ്ഡപം വരെ എത്തി. ഇനി ഒന്ന് കാലെടുത്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. എന്നെ പടിയിറക്കി ശാലിനിയെ ആ സ്ഥാനത്തേക്ക് കൂടിയിരുത്താമെന്ന് കരുതിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് ഞാൻ കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയെടുത്ത നേട്ടമാണ്. ഇനി ഇതിൽ ഒരാളും വന്ന് തലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ സത്യമേ മുന്നിൽ നിർത്തി ഞാൻ അതിനെ തരണം ചെയ്തോളാം. ഇനി എന്റെ സമയമാ. ഒത്തിരി പേരെ നിലയ്ക്ക് നിർത്താനായി ഈശ്വരൻ കനിഞ്ഞു നൽകിയ എന്റെ മാത്രമായ സമയം. എന്റെ കൂടെയുള്ളത് കൃഷ്ണ ഭഗവാനാ. ഇത് നടത്തില്ലെന്ന് വാക്ക് തന്നിരിക്കയാ. എനിക്ക് ഉറപ്പുണ്ട് ആ വാക്ക് കണ്ണൻ തെറ്റിക്കില്ല. വരൂ.
എന്താ ശാലിനി, എന്തോ പുതിയ കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ആരാ ഇവര്? അവളെ വിളിക്ക്, ആ കാർത്തികെ. ഞാൻ പറയുന്ന കഥയുടെ ബാക്കി പറയേണ്ടത് അവളാണ്. പപ്പി, പപ്പി, നീ അകത്തോട്ട് പോ. അകത്തു പോവാനാ പറഞ്ഞത്. സത്യമേ, ചേച്ചിയമ്മ. ശ്യാമേ, ഇവിടെ അകത്തോട്ട് കൊണ്ടുപോ. വാ മോളെ. അവളും കൂടെ കാണേണ്ട കാഴ്ചയായിരുന്നു സത്യമ്മേ. കാർത്തികേ, നിക്കവിടെ. ഇങ്ങോട്ട് വാ കാർത്തികെ, ചോദിക്കട്ടെ. ഈശ്വര, കൃഷ്ണ പരീക്ഷിക്കില്ലേ? എന്തെങ്കിലും പറയാൻ നല്ലൊരു കള്ളം എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ. അറിയാമെന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും. ആരാണെന്ന് പറഞ്ഞാൽ എല്ലാം തകരും. വന്നതും നിന്നതും പറഞ്ഞതും എല്ലാം. ഇങ്ങോട്ട് വരാൻ. നീ ഇവരെ അറിയോ? നിന്നോടാ ചോദിച്ചത്. നീ ഇവരെ അറിയോ ഇല്ലയോ? ശാലിനി, നീ എന്താ പുതിയ നാടകം കളിക്കുകയാണോ? ഓ, കളക്ടർക്ക് ഇപ്പൊ പോലീസ് പണിയുണ്ടോ? കള്ളന്മാരെയൊക്കെ ചോദ്യം ചെയ്യുന്ന പോലെ ആണല്ലോ നിന്റെ നിപ്പും ഭാവവും. ദേ, അതെ, ഈ വീട്ടിൽ വേണ്ട. ഇതെന്റെ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെണ്ണ, സത്യഭാമയുടെ മരുമകൾ. അത് ഇപ്പൊ മാനത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ ഇവളിങ്ങോട്ട്. ഇവിടെ എത്തും മുമ്പ്, അതായത് ആ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ കണ്ടെത്തുന്നത് വരെ ഇവളെവിടെയായിരുന്നു? ജനിച്ചതെവിടെ? മാതാപിതാക്കൾ ആര്? പറയട്ടെ ഇവള്. പറയേ കാർത്തികേ, നിന്റെ അച്ഛനും അമ്മയും എവിടെ? നിനക്ക് ഇവരെ അറിയോ? പറയടി.